തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. വീണ, ജീന, മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന് പറയുന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ കൂടി ഒരു അങ്ങനെ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു. കാസർഗോഡ് തളങ്കര സ്വദേശി ഖലീൽ ഇതിൽ ഉൾപ്പെട്ടതായി സൂചന പറയുന്നു. ഉദുമ സ്വദേശികൾ മരിച്ചെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? വീണ, ഏതായാലും ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വിമാനമാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്, തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മലയാളികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. എന്നാൽ എത്ര മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല. അത് സംബന്ധിച്ച വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും കാസർഗോഡ് സ്വദേശി ഖലീൽ മരിച്ചതായിട്ട് ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഉദുമ സ്വദേശികളും ഈ വിമാന അപകടത്തിൽ മരിച്ചതായിട്ട് സൂചന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ആരൊക്കെയാണെന്നും ഏതൊക്കെ നാട്ടിൽ നിന്നുള്ളവരുമാണെന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത് ുള്ളൂ. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 163 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 160 പേർ മരിച്ചതായിട്ടാണ് കർണാടകത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും മംഗലാപുരം വഴി കേരളത്തിലേക്ക് ദുബായിൽ നിന്നുള്ള മലയാളികൾ മംഗലാപുരം വിമാനത്താവളം തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ മലയാളികൾ കൂടുതൽ അകപ്പെടാനുള്ള ഒരു ആശങ്കയാണ് നമുക്കുള്ളത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ മരണവിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശി ഖലീൽ മരിച്ചതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ഉദുമ സ്വദേശികളും ഈ അപകടത്തിൽപ്പെട്ടതായിട്ട് സൂചനയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ എയർ ഇന്ത്യയും വിമാനത്താവള അധികൃതരും ശേഖരിച്ചു വരുന്നേയുള്ളൂ. ഏതൊക്കെ യാത്രക്കാരാണ്, ഏത് നാട്ടിൽ നിന്നുള്ളവരാണ് ഇതിൽ യാത്ര ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം, ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഏകദേശം 300 അടി മുകളിൽ വെച്ച് തന്നെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിന്റെ ഇടത് ചെറുകിനടിയിൽ നിന്നാണ് ആദ്യം തീ വിടർന്നത് കണ്ടത്. തുടർന്ന് വിമാനത്തിന്റെ നിയന്ത്രണം